സൂംബ വിവാദത്തിൽ മതസംഘടനകളുടെ എതിർപ്പ് ലഹരിയേക്കാൾ വലിയ വിഷമാണ് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അല്പം മുൻപ് പറഞ്ഞത്. ഒപ്പം തന്നെ മതസംഘടനകളുടെ ഈ എതിർപ്പ് ഭൂരിപക്ഷ വർഗീയത വളർത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു. മതസംഘടനകൾക്കെതിരെ മന്ത്രി സംസാരിച്ചതിന് പിന്നാലെ ഇപ്പോൾ സമസ്തയുടെ യുവജന ഘടകമായ SYSന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ മുണ്ടുവാറ ചേരുകയാണ്. പക്ഷേ മന്ത്രിയുടെ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചല്ലോ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, നമ്മൾ ജനാധിപത്യ രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പലതിനോടും വിയോജിപ്പുണ്ടാകാം. അത് നമ്മൾ പറയുമ്പോൾ അതിനെ വർഗീയമായി കാണുന്നത്, അങ്ങനെ നരേഷൻ ഉണ്ടാക്കുന്നത് അത് ശരിയല്ല. കാരണം മന്ത്രിയുടെ ആ പ്രസ്താവന അങ്ങനെ വന്നത് ഖേദകരമാണ്. കാരണം ഇവിടെയുള്ള ആവശ്യങ്ങൾ പറയുന്നവരൊക്കെ അവരുടെ മതം നോക്കിയിട്ട് ഇവർ ഇന്ന മതക്കാരനാണ്, ഇന്ന മതത്തിൻ്റെ ആളാണെന്നല്ല. ഈ വിഷയം എന്താ? നമുക്കറിയാലോ, ഇന്ന് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ് ലഹരി. സംസ്ഥാന സർക്കാർ ഈ കാര്യം ഗൗരവത്തിലെടുത്ത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. സർക്കാരിൻ്റെ ഈ നടപടിയെ 100% ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം അതിനെതിരെ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് തന്നെയാണ് ശബ്ദം മുഴങ്ങേണ്ടത്. പക്ഷേ അത് എല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ച് പറ്റുന്ന വിധത്തിൽ സംവിധാനം ഉണ്ടാക്കിക്കൂടെ? എന്തിന് കുറേ ആളുകൾ ഒഴിച്ച് അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സംവിധാനം ഉണ്ടാക്കുന്നത്? ഇതെന്താ സംഭവിച്ചപ്പോൾ? വലിയൊരു മഹത്തായ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ വിവാദത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പേ ബന്ധപ്പെട്ട ആളുകൾ, ഇതിലെ കക്ഷികളായ ആളുകളുണ്ടല്ലോ. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ അധ്യാപക സംഘടനകളുണ്ട്, വേണമെങ്കിൽ മതസംഘടനകളുണ്ട്, രാഷ്ട്രീയ സംഘടനകളുണ്ട്. ഒന്ന് കൂടി ആലോചിച്ച് പരസ്പരം എല്ലാവർക്കും പറ്റുന്ന വിധത്തിൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഒരു വിവാദത്തിലേക്കാക്കി. ഇപ്പം എന്താ അറിയോ, ലഹരിയല്ല വിഷയം, സുംബയായി വിഷയം. കാരണം ഒരു വലിയ ലക്ഷ്യത്തെ ഇത് പ്ലാൻ ചെയ്യുന്നിടത്ത് വരുന്ന ഒരു അബദ്ധമാണിത്. അപ്പോൾ അത് ചെയ്തിരുന്നുവെങ്കിൽ ഇത് എല്ലാവരും നമുക്ക് ഒന്നും ചെയ്യണ്ടേ. പിന്നെ ലഹരി എന്നത് ഏതെങ്കിലും പാർട്ടിക്കാരുടെയോ അല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തിൻ്റെയോ വിഷയമല്ല, നമ്മുടെ നാട് നേരിടുന്ന ഗുരുതര വിഷയം. അപ്പോൾ ഞങ്ങളുമൊക്കെ അതിൽ പങ്കാളികളാവണം എന്നാഗ്രഹിക്കുന്നവരാ. കാരണം സമസ്ത ജമിയത്തുൽ ഉലമയുടെ കീഴിൽ 15 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക, മദ്രസകൾ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്യുമെൻ്ററി പ്രദർശനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വലിയൊരു സംരംഭം, കൂട്ടായി നടത്തേണ്ട ഒരു സംരംഭം. അതിൽ നമ്മൾ ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവരേണ്ടതില്ല. മാത്രമല്ല, ഈ സുംബ കൊണ്ട് ഈ വിഷയത്തെ പരിഹരിക്കാൻ കഴിയും? എന്തെങ്കിലും പഠനങ്ങളുണ്ടോ? ഒരു പഠനം പറയാൻ കഴിയുന്നില്ല, ഇങ്ങോട്ട് തെളിവായി ഉദ്ധരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് സ്ട്രെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് 5 വയസ്സുള്ള കുട്ടിക്ക് സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതൊന്ന് കൂടി ആലോചിച്ചുകൊണ്ട് പരസ്പരം ഒരു ധാരണപ്രകാരം ചെയ്തിരുന്നെങ്കിൽ വലിയൊരു ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. അതിൽ സർക്കാരിന് വന്നൊരു പാകപ്പിഴാണിത്. അത് തിരുത്താവുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരല്ല, സർക്കാരിനെ സ്വാഗതം ചെയ്യുന്നു, മുക്തകണ്ഠം സ്വാഗതം ചെയ്യുന്നു. ഈ സംവിധാനം മുന്നോട്ട് പോകണം, അതിന് എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾക്കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കട്ടെ. ഞങ്ങൾ തയ്യാറാണ്. ഈ സൂംബ നൃത്തം എന്നതിന് എന്താണ് ഇത്ര എതിർപ്പ് എന്നാണ് ചോദിക്കുന്നത്. അല്ല, സൂംബ നൃത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം നെറ്റിൽ നമ്മൾ അടിച്ചാൽ സൂംബ ഒന്ന് അടിച്ചു നോക്കും നിങ്ങൾ, ആ കിട്ടുന്നത് എന്താണ്? അത് അർദ്ധനഗ്നകളായ സ്ത്രീകൾ. അത് മാത്രമല്ല വിഷയം കേട്ടോ. അതുണ്ട്, നമ്മുടെ കൾച്ചറിന് ചേരാത്തതാണത്. ഇതിപ്പോൾ നമ്മൾ പാശ്ചാത്യ സംസ്കാരം, യൂറോപ്യൻ സംസ്കാരം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു തുല്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കലാലയ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ഏതൊരു സംവിധാനവും അത് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. ഈ കോഴിക്കോട് ജില്ലയിലാണ് കഴിഞ്ഞ അധ്യയന വർഷം അവസാനം കഴിയുന്ന സമയത്ത് ഷഹബാസ് എന്ന് പറയുന്നൊരു കുട്ടിയുടെ കൊലപാതകം നടന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്. ആ കുട്ടി കൊലപാതകം. സത്യത്തിൽ അതിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചാൽ എന്താണ്? ഒരു ട്യൂഷൻ സെൻറ്ററിൽ അവിടെ സമാപന ദിവസം, അതായത് അധ്യയന സമാപനത്തോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഒരു DJ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു തർക്കങ്ങളാണ്. ഇപ്പോൾ DJ പാർട്ടികൾക്ക് ഓഡിറ്റോറിയങ്ങൾ, എനിക്കറിയാം, ഓഡിറ്റോറിയങ്ങൾ കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല സ്കൂളിൻ്റെ സെൻറ്റ് ഓഫുകൾക്ക്. എന്തുകൊണ്ട്? നാട്ടുകാരായ പ്രശ്നം ഉണ്ടാക്കുക, വലിയ DJ പാർട്ടികൾ നടക്കുകയാണ്, അപ്പോൾ സംഘർഷം ഉണ്ടാവുകയാണ്. അതുമാത്രമല്ല, ഈ അധ്യയന വർഷം കഴിഞ്ഞപ്പോൾ ക്ലോസിംഗ് ഡേ നിങ്ങൾ ശ്രദ്ധിച്ചോ? കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെ മുമ്പിലും വലിയ പോലീസ് വാനാണ്, രക്ഷിതാക്കൾ കൂട്ടമായിട്ടാണ്, വിവിധ സന്നദ്ധ സംഘടനകൾ കൂട്ടമായിട്ടാണ്. വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചില ധാർമ്മികമായൊരു ചിട്ടയൊക്കെ പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, അത് ചെയ്യേണ്ടതിന് പകരം
എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില പരിപാടികളെ കൊണ്ടുവരുമ്പോഴാണ് നമുക്കതിൽ പ്രതിഷേധമുള്ളത്. പക്ഷേ ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ്. സർക്കാർ അത് പിൻവലിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന വലിയൊരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധ്യമാവുള്ളൂ. മറ്റൊന്ന് താങ്കൾ പറഞ്ഞു ഈ നെറ്റിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു രീതിയുണ്ട്, പക്ഷേ അതല്ല സ്കൂളുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കുട്ടികളെല്ലാം തന്നെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്, നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടാണ് കുട്ടികൾ പങ്കുചേരുന്നത്. അതിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ നൃത്തം ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ കാഴ്ച വളരെ മനോഹരമായ ഒരു രീതിയിലാണ് ഉള്ളത്. അല്ല, ഇപ്പോഴാണ് സർക്കാർ പലതും അതിൽ തിരുത്തി വരുന്നത്. ഈ വിവാദം ഉണ്ടായപ്പോഴാണ് സർക്കാർ തിരുത്തി വരുന്നത്. എന്നാലും പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നല്ല മതവിശ്വാസികളായ ആൾ ധാരാളമുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് മാനസികമായി നമുക്കൊക്കെ അതിനോട് പങ്കാളികളാകാൻ പറ്റുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് എന്താ. പിന്നെ ഒരു കാര്യമോ, ഈ സുംബ ഉണ്ടായിട്ട് ലോകത്തുണ്ടായിട്ട് സുംബ നൃത്തം തുടങ്ങി ഇന്നലെയോ മെനഞ്ഞാന്നും അല്ല, പതിറ്റാണ്ടുകളായി. അതുപോലെ തന്നെ ലഹരി വ്യാപനം ഇവിടെ ഉണ്ടായിട്ടും പതിറ്റാണ്ടുകളായി, ഇപ്പോൾ ഒന്ന് ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പിടിച്ചു വലിച്ച് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം എന്താണുള്ളത്. അപ്പോൾ അവിടെ ഒരു അവധാനത സർക്കാരിൻ്റെ ഭാഗത്ത് പാലിച്ചില്ല. ഒന്ന്, വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടന്നിട്ടില്ല. രണ്ട്, അധ്യാപക സംഘടനകളുമായിട്ട് ചർച്ച നടന്നിട്ടില്ല. ഈ ചർച്ചകളൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇന്ന് സർക്കാർ ഒരു പിടിവാശി കാണിക്കാതെ ഈ വിഷയം, നമ്മുടെ ലക്ഷ്യം, മഹത്തായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ എല്ലാവരെയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ളൊരു പദ്ധതി സർക്കാർ തയ്യാറാക്കണം. അതൊരു മതത്തിൻ്റെ പേരിൽ പറയേണ്ടതുമല്ല. മതം ഇതിൽ പറയേണ്ടില്ല, വർഗീയത തന്നെ ഇതിൽ പറയേണ്ടതില്ല. ഇപ്പോൾ അച്ഛൻ പത്തായത്തിലുമില്ല എന്ന് പറഞ്ഞ പോലെ അത് വർഗീയതയാണെന്ന് പറഞ്ഞ് വിളിച്ച് ഉണർത്തേണ്ട ആവശ്യമൊന്നും ഇപ്പമല്ല. അതൊക്കെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ഏതൊരു വിഷയവും നാട്ടുകാരായ ആളുകളെ ഈ നാട്ടിലെ പൗരന്മാർ അതിനോട് വിയോജിക്കും. ആ വിയോജിപ്പായി കാണുക. അതിൽ വേറൊരു മതം ചേർക്കുകയോ രാഷ്ട്രീയം ചേർക്കുകയോ ഒന്നും വേണ്ട ആവശ്യമില്ല. അത് ശരിയുമല്ല. ഇന്നിപ്പോൾ CPM ജനറൽ സെക്രട്ടറി MAV പറഞ്ഞത് ഈ മതസംഘടനകൾ വിദണ്ഡവാദം കൊണ്ടുവരരുത്. മതസംഘടനകൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആജ്ഞാപിക്കേണ്ട. മാത്രമല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇടകലർന്നും ഇടപഴകിയുമൊക്കെ വളരട്ടെ. അതാവുമ്പോൾ അങ്ങനെയാണല്ലോ പുരോഗമനം വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആജ്ഞാപനം അല്ലല്ലോ. അങ്ങനെയാണോ? ആജ്ഞാപനമല്ല. ഇവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് സർക്കാർ വകവെച്ച് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ വിയോജിക്കാനുള്ള അധികാരം അതല്ലേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. വിയോജിക്കാനുള്ള അവകാശമാണ് നമുക്കുള്ള ജനാധിപത്യ സൗകര്യം. അപ്പോൾ ആ നിൽക്കാൻ വിഷയത്തെ കാണേണ്ടതുള്ളൂ. ഒരു ആജ്ഞാപനമൊന്നുമില്ല. ഞങ്ങളിവിടെ കലാപം ഉണ്ടാക്കാനൊന്നും വരുന്നില്ല. അങ്ങനെ കലാപത്തിൽ പോകുന്ന പ്രസ്ഥാനങ്ങളും അല്ല ഇതൊന്നും. ഇത് ഇവിടുത്തെ ഒരു ധാർമ്മികതയ്ക്ക് നല്ലത് ഇതാണ് എന്നൊരു അഭിപ്രായം ഞങ്ങൾ പറയുന്നു. അത് സർക്കാരാണത് മുഖവിലേക്ക് എടുക്കേണ്ടതും പ്രശ്നത്തിൽ പരിഹാരം കാണേണ്ടതും. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് സംവിധാനം ഉണ്ടാവട്ടെ, ചർച്ച തയ്യാറാവട്ടെ, പരിഹരിക്കപ്പെടട്ടെ. നമ്മളും ആഗ്രഹിക്കുന്നതാ. നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മാർഗം കൂടി ശുദ്ധമായാൽ എല്ലാവർക്കും അതിൽ പങ്കാളികളാവുക. ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ളതാണ് സമസ്തയുടെ കൂടി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സമസ്തയുടെ യുവജന വിഭാഗമായ SOIസിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ മുണ്ടവാറ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് മാർഗം അത് കൃത്യമായിരിക്കണം, അത് നല്ല രീതിയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളുന്നതാവണം. ഈ വിശ്വാസി സമൂഹം പറയുമ്പോൾ അതിനെ വർഗീയത എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അഭിപ്രായമാണ് പറയുന്നത്, ആജ്ഞാപനം അല്ല, അത് ആജ്ഞാപിക്കുകയല്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ് അദ്ദേഹം. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.